ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കെല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബാച്ചിലേഴ്സിനും കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണത്. സോയാബീൻ ഫ്രൈ അല്ലെങ്കിൽ സോയ ചങ്ക്സ് ഫ്രൈ എന്നൊക്കെ പറയും. അപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഈ സാധനം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാൻ 1 കപ്പ് സോയാബീനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ സോയാബീനാണ് കേട്ടോ. സോയാബീൻ 2 സൈസിൽ നമുക്ക് അവൈലബിൾ ആവും, വലുതുണ്ട് ചെറുതുണ്ട്. നമ്മളിപ്പോൾ ലുലുവിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും അടുത്തടുത്ത് തന്നെ ഉണ്ടാകും. പക്ഷേ ഇത് പെട്ടെന്ന് കാണുമ്പോൾ സാധാരണ എല്ലാവരും കടലയാണെന്നൊക്കെ വിചാരിക്കും. കടലയുടെ അത്ര വലിപ്പം ഇതിനുള്ളൂ. അപ്പോൾ ഈ ഫ്രൈ ചെയ്യാനൊക്കെ ഇതാണ് ഒന്നുകൂടെ നല്ലത്. വലുതാണെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കട്ട് ചെയ്യൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രൈ ചെയ്യാനെടുക്കുമ്പോൾ എപ്പോഴും ഈ ചെറുതാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ തിളച്ച വെള്ളത്തിൽ ഒരു 20 മിനിറ്റോളം ഈ സോയാബീൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ കെറ്റിലിൽ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഇത് ഒരു 20 മിനിറ്റ് ഇതിൽ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ വെക്കുമ്പോൾ ഒന്ന് അടച്ചിട്ട് വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുക്കാം. എന്നിട്ട് നല്ലോണം വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സോയാബീനാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ സൈസ് നല്ലോണം വലുതായിട്ടുണ്ടാവും. ഇതൊന്ന് വീർത്ത് വന്നിട്ടുണ്ടാവും. സോയാബീൻ ശരിക്കും ഒരു സ്പോഞ്ച് പോലെ ആയിരിക്കുമല്ലോ ഇത് തൊട്ട് നോക്കുമ്പോഴൊക്കെ. ഇപ്പോൾ ഞാൻ അതിനെ ഒന്ന് നല്ലോണം വാഷ് ചെയ്തെടുത്തതാണ്. നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിൽ നല്ലോണം 2-3 പ്രാവശ്യം വാഷ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈൻ ചെയ്തിട്ട് ആ വാഷ് ചെയ്ത വെള്ളം കളഞ്ഞു, എന്നാലും ഇതിൽ വെള്ളം ഉണ്ടാകും. അപ്പോൾ ആ വെള്ളം ഇനി നമുക്കൊന്ന് ഇതുപോലെ പിഴിഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടുക. ഞാൻ പറഞ്ഞല്ലോ സ്പോഞ്ച് പോലെ ആയതുകൊണ്ട് ഇത് വെള്ളം നല്ലോണം അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ കഴുകിയ വെള്ളം കളഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് വേണം എടുക്കാൻ. പിന്നെ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സാധാ പച്ചവെള്ളം കൊണ്ട് 2-3 പ്രാവശ്യം വാഷ് ചെയ്യാം. ഈ സോയാബീന് വേറൊരു സ്മെല്ലുണ്ടാവും, അത് പോവാൻ നമ്മൾ നല്ലോണം വാഷ് ചെയ്യുമ്പോൾ ആ സ്മെല്ലൊക്കെ പോയി കിട്ടും. അപ്പോൾ ഈ സോയാബീനെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി കേട്ടോ. ഒന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ഇത് അതിൽ കാണുന്നുണ്ടാവും, ഇത് അതിലുണ്ടായിരുന്ന വെള്ളമാണിത്. പിഴിഞ്ഞെടുത്തപ്പോൾ കിട്ടിയ വെള്ളമാണ് ഇത്. പിഴിഞ്ഞെടുത്ത സോയാബീനാണ്. പിന്നെ സോയാബീൻ പിഴിയുമ്പോൾ ഒരുപാട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അത് ഉടഞ്ഞു പോകട്ടോ. കാരണം ഈ തിളച്ച വെള്ളത്തിലിട്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു മയത്തിലേക്ക് വേണം പിഴിയാൻ കേട്ടോ. ഇനി ഒന്നുമില്ല, നമുക്കിതിലേക്ക് സിമ്പിളായിട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ എരിവ് കുറച്ച് ഉണ്ടാക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് നിർബന്ധമില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഞാനിത് അതിൻ്റെ ചെറിയ ഭാഗമായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഒരുപാട് ഉപ്പിടുന്നതെന്ന് തെറ്റിദ്ധരിക്കേണ്ട, അതുകൊണ്ടാണ് പറഞ്ഞത്. ഉപ്പിൻ്റെ ചെറിയ ഭാഗമാണ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത്, അതുകൊണ്ട് കുറച്ച് ഉപ്പേ വരുള്ളൂ. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലിതാ, ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇടുന്നേ ഉള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇടുക, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം ബാച്ചിലേഴ്സിനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ പൊടികൾ മാത്രം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താലും മതി. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെക്കുക. അത് നമ്മൾ പ്രത്യേകം വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമ്മളിത് വെച്ച് പാനൊക്കെ വെച്ച് ചൂടായി എണ്ണയൊക്കെ ഒഴിക്കുമ്പോഴേക്കും ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ 5 മിനിറ്റ് വെക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തോളും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാന് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കേട്ടോ നല്ലത്. വെളിച്ചെണ്ണയിലാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ സോയാബീൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില ഇടുക. കറിവേപ്പില നല്ലോണം ഇടുക. കറിവേപ്പില ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം നമ്മളിതുപോലെ വെക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇത് ഇങ്ങനെ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. തീ നല്ലോണം കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇടയ്ക്കതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് ഇത് നല്ലൊരു മൊരിഞ്ഞ് വരും, നല്ല കുറച്ച് ക്രിസ്പി ആയി വരും. അതുവരെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം.
പിന്നെ ഇത് ഒന്ന് ജസ്റ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൽ എണ്ണയൊന്നും കാണില്ല. അപ്പോൾ പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കാരണം അതിൻ്റെ എണ്ണ ഈ സോയാബീൻ അബ്സോർബ് ചെയ്താണ്. അതിനാവശ്യത്തിനുള്ള ഓയിൽ ഇതിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കാൻ പോകരുത്. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇതിൽ എണ്ണ ഭയങ്കര കൂടിപ്പോകും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അത് ആ ഉള്ള എണ്ണയിൽ കിടന്നിട്ട് തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി ഇത് പതുക്കെ ഇതിൽ കിടന്ന് ഇങ്ങനെ നല്ലോണം മൊരിഞ്ഞ് വരും. അപ്പോൾ എത്രത്തോളം ക്രിസ്പി ആക്കണം എന്നൊക്കെ നമ്മുടെ ചോയ്സാണ്. ഇനി ഇത് ഏകദേശം ഒന്ന് ക്രിസ്പിയായി, അതായത് ഒന്ന് റെഡിയായി വന്നാൽ നമ്മൾ ഒരു നാരങ്ങ എടുക്കാം. എന്നിട്ട് ഒരു പകുതി മതിയാവും, ഒരു പകുതി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരും നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ കുറേ പേർക്ക് സോയാബീൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വരെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് കൊടുത്താലും ഇഷ്ടമാവും. കാരണം ആ നാരങ്ങയുടെ ഒരു പുളിയും ഒക്കെ വരുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത് ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, ഇങ്ങനെയും കൂടെ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇനി ഇത് ഒന്നുകൂടെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് എത്രത്തോളം ഇത് ഫ്രൈ ആവണമെന്ന് വെച്ചാൽ അത്രത്തോളം ആക്കിയിട്ട് നമുക്ക് നിർത്താം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിത് ആക്കിയിട്ട് നിർത്താം. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ റിട്ടേൺ റെസിപ്പി വേണമെന്നുള്ളവർ ഞാനിതിൻ്റെ താഴെ ഒരു ബ്ലോഗിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം. cookthetrip.com എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിലും കൂടി ഒന്ന് കയറി നോക്കാം. ഇനി നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ റെസിപ്പി വീഡിയോസിൻ്റെയും റിട്ടേൺ റെസിപ്പി അതിലുണ്ടാകും, വിത്ത് ഫോട്ടോസ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ആ ബ്ലോഗിലും കൂടെ ഒന്ന് കയറിയിട്ട് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു മീഡിയം ക്രിസ്പി ലെവലിലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ എൻ്റെ മോന് കൊടുക്കുമ്പോഴേക്ക് അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ നല്ല സിമ്പിളാണ്, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. മറ്റൊരു അടിപൊളി വീഡിയോയും ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.